അവർക്ക് എന്നും കൊക്കിയും പിടിച്ച് കണ്ടതാ. ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കണ്ടതുപോലെ നമ്മളിന്ന് ഇലയട ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനാവശ്യമുള്ള ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, എന്നിട്ട് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യുക. അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാൻ തൽക്കാലം ഇപ്പം ഗോതമ്പ് പൊടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുവാണേ. ഇത് നമ്മൾ മാവ് കുഴയ്ക്കുമ്പം ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതുകൊണ്ട് നല്ല ഹാർഡായി പോവില്ല. ശകലം വെള്ളം പോലെ ഇരിക്കണം. എന്നാലേ നമുക്ക് ഈ മാവ് നമ്മുടെ ഇലയിലേക്കൊക്കെ പരത്തുമ്പോഴത്തേക്കും നന്നായിരിക്കുള്ളൂ. അതായത് ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന പരുവ. ഇനി നമുക്ക് മാവ് റെഡിയാക്കിയിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അതങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ. കണ്ടോ, നമ്മൾ ഇങ്ങനെ ആയിപ്പോണം, തെന്നി പോകണം. എന്നാലേ നമ്മൾ ഇലയിലേക്ക് റെഡിയാക്കുമ്പോൾ സെറ്റ് ആകത്തുള്ളൂ. ഞാനാണെങ്കിൽ കുറച്ച് ഇത് കുറവായതുകൊണ്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ടേ. എന്നിട്ട് നമുക്കിനി എടുത്ത് മാറ്റി കുറച്ച് നേരം വച്ചേക്കാം മാവ്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇടാം. അതിനുശേഷം അതിൽ കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടേ. ഇനി അതിലേക്ക് ഞാൻ പഞ്ചസാര ആട്ടോ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഇടാം. ശർക്കര ആകുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഏലക്കപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി ഇതുപോലെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച വാഴയില എടുക്കാം. ഈ വാഴയിലക്കകത്തോട്ട് നമ്മുടെ ഡോ നല്ല തേച്ച് പിടിപ്പിക്കാം. തേച്ച് ഇത് പിന്നെ ഇതുപോലെ മാവ് സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട്. അത് നല്ല പരന്ന് വന്നോളൂ. നമുക്ക് കൂടുതൽ ബലം പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. നമ്മൾ നല്ല തിന്നായിട്ട് വേണം പരത്തി കൊടുക്കാൻ കേട്ടോ. അതിനെ പരത്തിയെടുത്ത ശേഷം ഞാൻ ആ മാവിനെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കനം കുറച്ച് നല്ല വൃത്തിയായിട്ട് പരത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ടേ. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ആ കൂട്ട് വെച്ച് കൊടുക്കാവേ. ഒരു സൈഡിലായിട്ടാട്ടോ വെച്ച് കൊടുക്കുന്നത് ഞാൻ. അതാകുമ്പോൾ നമുക്ക് അടയ്ക്കുമ്പം എളുപ്പമായിരിക്കുമല്ലോ. ആവശ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെ ഇപ്പം കൂടുതലാണ് വേണ്ടെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കാം, കുറച്ചാണെങ്കിൽ കുറച്ച് വെച്ച് കൊടുക്കാം. ഞാനൊരു കുറച്ചാട്ടോ വെച്ച് കൊടുക്കുന്നത്, കൂടുതൽ ഞാൻ വച്ചിട്ടില്ല. എന്നിട്ടിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് അടച്ച് വെച്ചേക്കുവാണേ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അടുത്ത മാവും പരത്തി ഞാൻ അടുത്ത കൂട്ടും കൂടെ ഇങ്ങനെ വച്ച് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, ഇടിത്തട്ടിൽ. അതിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മാവ് റെഡിയാക്കി വയ്ക്കാം. ഇനി താണ്ട ഇതും ക്ലോസ് ചെയ്തിട്ടുണ്ടേ. ഇനി നമുക്ക് താണ്ട വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടോ, ഈ വെള്ളത്തിൻ്റെ നീരാവി ആട്ടോ എൻ്റെ ഫോണിൽ ഇങ്ങനെ അടിക്കുന്നത്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇങ്ങനെ ഇലയുടെ മാവ് വെച്ച് കൊടുക്കാവേ. ഇത് അടച്ച് വയ്ക്കാം. അടച്ചിട്ട് വേവട്ടെ. അത് കഴിഞ്ഞ് ഗോതമ്പായതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റുള്ളതൊക്കെ ആയപ്പോഴത്തേക്കും വെന്ത് കേട്ടോ, റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ 4 മണിക്കും കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം കേട്ടോ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം.